പൊളിറ്റി ഡെയിലി ക്യൂസിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് അർബൻ ലോക്കൽ ബോഡീസ്. അർബൻ ലോക്കൽ ബോഡീസുമായി ബന്ധപ്പെട്ട കുറേ സ്റ്റേറ്റ്മെന്റുകളാണ് താഴെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം സ്റ്റേറ്റ്മെന്റിലേക്ക്. ഒന്ന്, 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് ഓഫ് 1992 ഐഡന്റിഫൈസ് 22 ലോക്കൽ ലെവൽ ഫങ്ഷൻസ് ടു ബി ഡെവലപ്ഡ് ടു മുനിസിപ്പാലിറ്റീസ്. 74ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 1992 74ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് വഴി 22 ലോക്കൽ ലെവൽ ഫങ്ഷൻസിനെ ടു ബി ഡെവലപ്ഡ് ടു മുനിസിപ്പാലിറ്റീസ്. ഏതൊക്കെയാണ് മുനിസിപ്പാലിറ്റീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഏതൊക്കെയാണെന്ന് പറയാം. പ്ലാനിംഗ് ഫോർ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, റെഗുലേഷൻ ഓഫ് ലാൻഡ് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ്, അർബൻ പ്ലാനിംഗ്, പബ്ലിക് ഹെൽത്ത്, ഇങ്ങനെയൊക്കെ പറയുന്ന മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട ഏകദേശം 24 ലോക്കൽ ലെവൽ ഫങ്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് 74ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 1992. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ പറഞ്ഞത്, സിൻസ് ദ ഇനാക്ട്മെൻറ്റ് ഓഫ് 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 74ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് വഴി ഇനാക്ട് എന്ന് വെച്ചാൽ ആ ഒരു കൊണ്ടുവന്നതിന് ശേഷം ഇലക്ഷൻസ് ടു അർബൻ ലോക്കൽ ബോഡീസ് ഈസ് ഹെൽഡ് വൺസ് ഇൻ എവരി 5 years ഇൻ ഓൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇത് വളരെ നിർണായകമാണ്, ഈ ഓൾ സ്റ്റേറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 74ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നതിന് ശേഷം അർബൻ ലോക്കൽ ബോഡീസിലേക്കുള്ള ഇലക്ഷൻ എന്ന് പറയുന്നത് 5 വർഷത്തിലൊരിക്കൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ അർബൻ ലോക്കൽ ബോഡീസിൽ ഇലക്ഷൻ നടക്കാറുണ്ടെന്ന്. എന്തിനു ശേഷം 74ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് കൊണ്ടുവന്നതിന് തൊട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും എന്ന് പറയുന്നു. അപ്പം നമുക്ക് കറക്റ്റ് ഉത്തരമാണ് നോക്കേണ്ടത്. കറക്റ്റ് ഉത്തരം നോക്കുമ്പോൾ നമുക്ക് ഡി ആണ്, നൈദർ 1 or 2. ഇതിൻ്റെ ഒന്നുമില്ല ശരി ഉത്തരം. അപ്പോൾ നോക്കാം. ഇൻ സം സ്റ്റേറ്റ്സ് ഇലക്ഷൻസ് ടു അർബൻ ലോക്കൽ ബോഡീസ് ഹാവ് നോട്ട് ബീൻ ഹെൽഡ് ഫോർ ഇയേഴ്സ്. കണ്ടോ, ഇവിടെ ഈ ഓൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നല്ല ഡൗട്ട് വരേണ്ട കാര്യങ്ങളാണ് ഈ ഓൾ എന്നൊക്കെ പറയുന്നത്. ഓൾ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോഴേ ചിന്തിച്ചോളാം, അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും ഇല്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇലക്ഷൻസ് ടു അർബൻ ലോക്കൽ ബോഡീസ് ഹാവ് നോട്ട് ബീൻ ഹെൽഡ് ഫോർ ഇയേഴ്സ്. വർഷങ്ങളായിട്ട് അർബൻ ലോക്കൽ ബോഡീസ് ഇലക്ഷൻ പോലും നടക്കാത്ത സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അത് നമുക്ക് തെറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മതി. ഡിഫറെൻറ്റ് ലോ ഓഫ് ഡിസിഷണൽ ഗവർണൻസ്, the idea to giving more authority to the third tier of governments has suffered serious standing in spite of the 74th Constitutional Amendment Act of 1992 identify 18 local level functions to be developed. 18 ലോക്കൽ ലെവൽ ഫങ്ഷൻസ് ആണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യനിൽ കിടക്കുന്ന എത്ര എണ്ണമായിരുന്നു പറയാം? ക്വസ്റ്റ്യനിൽ കിടക്കുന്നത് 22 ലോക്കൽ ലെവൽ ഫങ്ഷൻസ്. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ടോട്ടൽ എത്രയേ ഉള്ളൂ? 18 എണ്ണമേ ഉള്ളൂ. അപ്പം നമുക്ക് രണ്ടും അത് തെറ്റാണ്. അത് രണ്ടാമത്തെ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് എ സ്പീക്കർ ഓഫ് ദ ലോക്സഭ. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്സഭാ സ്പീക്കറിൻ്റെ റോളും ഫങ്ഷൻസും ഒക്കെ കുറേ കൊടുത്തിരിക്കുകയാണ് സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് കിടക്കാം. അത് ലോക്സഭാ സ്പീക്കറാണ്. സ്പീക്കർ ഈസ് എ ക്വാസി ജുഡീഷ്യൽ ബോഡി. സ്പീക്കർ എന്ന് പറയുന്നത് ഒരു ക്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടതിയുടെ പവറുള്ള ജുഡീഷ്യൽ ബോഡിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു ഫുള്ളല്ല, ഒരു ജുഡീഷ്യൽ ബോഡി, ക്വാസി ജുഡീഷ്യൽ ബോഡിയാണെന്ന് പറഞ്ഞു. 2, അൾട്ടിമേറ്റ് ഇൻ്റർപ്രറ്റർ ആൻഡ് ആർബിറ്റർ ഓഫ് ദോസ് പ്രൊവിഷൻസ് വിച്ച് റിലേറ്റ് ടു ദ ഫങ്ഷൻസ് ഓഫ് ദ ഹൗസ്. ദോസ് പ്രൊവിഷൻസ് വിച്ച് റിലേറ്റ് ടു ദ ഫങ്ഷനിങ് ഓഫ് ദ ഹൗസ്. ആ ഒരു സഭയുടെ എന്ന് വെച്ചാൽ ലോക്സഭയുടെ ആ ഒരു ഹൗസിൻ്റെ ഫുൾ ആയിട്ടുള്ള അൾട്ടിമേറ്റ് ഇൻ്റർപ്രറ്റർ എന്ന് വെച്ചാൽ അവസാന വാക്കെന്നൊക്കെ പറയത്തില്ലേ, അതേപോലൊക്കെ ഉള്ള അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും ആ പുള്ളിയുടെ തീരുമാനമാണ് എന്ന് പറയുന്നതിലൊക്കെ ഈ സ്പീക്കറിനാണ് അവസാന വാക്ക്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഇൻ്റർപ്രറ്റർ ആൻഡ് ആർബിറ്റർ ഓഫ് ദോസ് പ്രൊവിഷൻസ് എന്ന് പറയുന്നു, അവസാന വാക്ക്. അടുത്ത് പറഞ്ഞു സോൾ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഹൗസ് ഇൻ ഇൻ്റർനാഷണൽ അരീന. ഇനി പിന്നെ ലോകം മുഴുവൻ അല്ലെങ്കിൽ ലോകോത്തരമായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുന്നിൽ അവിടെ ഈ ഹൗസിന് അല്ലെങ്കിൽ ഈ ലോക്സഭയുടെ ആ ഒരു അദ്ദേഹത്തെ വഹിക്കുന്ന അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആരാണ്? ഈ ലോക്സഭ സ്പീക്കറാണ് എന്നാണ് പറഞ്ഞത്. സോൾ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അരീനയിൽ ഈ ഹൗസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്പീക്കറാണ്. അപ്പം നമുക്ക് നോക്കാം. ഇത് കറക്റ്റ് ഉത്തരമാണ് നോക്കേണ്ടത്. അപ്പം ഉത്തരം ഡി ആണെന്ന് വെച്ചാൽ ഇതെല്ലാം ശരിയാണ്. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. എന്താ വെച്ചാൽ ദ നേച്ചർ ഓഫ് ഡ്യൂട്ടീസ് ഓഫ് ദ സ്പീക്കർ ടെക്നിക്കലി ആസ് ആൻ ആർബിറ്റർ ഓർ എ ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ഷുഡ് നോട്ട് ബി ലിമിറ്റഡ് എക്സ്ക്ലൂസീവ് ടു മാറ്റേഴ്സ് അണ്ടർ ദ 10th ഷെഡ്യൂൾ. ഇറ്റ് എക്സ്റ്റെൻഡ്സ് യുവർ റാൻഡ് ഓഫ് ഫങ്ഷൻസ് വൈൽ ഫെസിലിറ്റേറ്റിംഗ് ദ ബിസിനസ് ഓഫ് ദ ഹൗസ് ആൻഡ് ടു മെയിൻറ്റെയിൻ ഡെക്കോറം ഇൻ ദ ഹൗസ്. കാരണം വെച്ചാൽ എന്താണെന്ന് പറയുമ്പോൾ ഇദ്ദേഹമാണ് ഫെസിലിറ്റേറ്റിംഗ് ദ ബിസിനസ്, ഒരു ഹൗസിൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കുന്നത്. ആൻഡ് ടു മെയിൻറ്റെയിൻ ഡെക്കോറം ഇൻ ദ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെക്കോറം എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു ഹൗസിൽ ഇപ്പോൾ 10 പേര്, ഒരു 10 അല്ലെങ്കിൽ ഇപ്പോൾ 500 പേരാ അല്ലെങ്കിൽ 550 പേരാ MPs ഉണ്ടെന്ന് വിചാരിച്ചോ. അല്ലെങ്കിൽ പോട്ടെ, നമുക്കൊരു എക്സാമ്പിൾ 10 പേരുണ്ട്. അപ്പോൾ ഒരു മിനിമം ഒരു 3 പേരുണ്ടെങ്കിലേ സഭ കൂടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 3 പേര് ഇല്ലെങ്കിൽ ഈ സഭ വേണ്ട എന്ന് വെക്കുന്നതും വേണമെന്നൊക്കെ വെക്കുന്നതും ആരാണ്? ഈ സ്പീക്കറാണ്. അപ്പോൾ അതാണ് പറയുന്നത് ഫെസിലിറ്റേറ്റിംഗ് ദ ബിസിനസ് ഓഫ് ദ ഹൗസ് ആൻഡ് ടു മെയിൻറ്റെയിൻ ഡെക്കോറം. ഒരു ഹൗസിലെ ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇദ്ദേഹമായിരിക്കും.
ദ സ്പീക്കർ ഹാസ് എക്സസീവ് ഫങ്ഷൻസ് ടു പെർഫോം മാറ്റേഴ്സ് റെഗുലേറ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എല്ലാ കാര്യത്തിലും റെഗുലേറ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടും ജുഡീഷ്യൽ പരമായിട്ടും എല്ലാം അദ്ദേഹമാണ് നടത്തുന്നത്. ഫോളിങ് അണ്ടർ ഹർ ഡൊമൈൻ. ഷീ എൻജോയ്സ് വാസ്റ്റ് അതോറിറ്റി അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ റൂൾസ് ആസ് വെൽ ആസ് നിയർലി. ഒരുപാട് വൈഡായിട്ട് പിന്നെ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഷീ ഈസ് അൾട്ടിമേറ്റ് ഇൻ്റർപ്രറ്റർ ആൻഡ് ആർബിറ്റർ ഓഫ് ദോസ് പ്രൊവിഷൻസ് വിച്ച് റിലേറ്റ് ടു ദ ഫംഗ്ഷനിങ് ഓഫ് ദ ഹൗസ്. അത് നമ്മൾ ഉത്തരത്തിൽ പറഞ്ഞത് ശരിയാണ്. ഹർ ഡിസിഷൻസ് ആർ ഫൈനൽ, അവസാന വാക്കാണ്. ആൻഡ് ബൈൻഡിങ് ആൻഡ് ഒറിജിനലി കനോട്ട് ബി ഈസിലി ചലഞ്ചഡ്. അത് ആ ഒരു ഇതിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ആർക്കും ചോദ്യം ചെയ്യാൻ എളുപ്പത്തിൽ കഴിയത്തില്ല. ഷീ ഡിസൈഡ്സ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ഡിബേറ്റുകളുടെ ഡ്യൂറേഷൻ ദൈർഘ്യം നിശ്ചയിക്കുന്ന സ്പീക്കറായിരിക്കും. ക്യാൻ ഡിസിപ്ലിൻ മെമ്പേഴ്സ് ആൻഡ് ഓവർ ഡിസിഷൻസ് ബൈ കമ്മിറ്റി. കമ്മിറ്റികൾ വയ്ക്കുന്ന ഡിസിഷൻസൊക്കെ ഓവർകം തരണം ചെയ്യാനും ഇദ്ദേഹത്തിന് കഴിയും. പിന്നെ മെമ്പേഴ്സിൻ്റെ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം, എല്ലാം ഇദ്ദേഹം തന്നെ ചെയ്യാം. ഷീ റെപ്രസെൻറ്റ്സ് ദ കളക്റ്റീവ് വോയിസ് ഓഫ് ദ ഹൗസ് ആൻഡ് ഈസ് ദ സോൾ റെപ്രസെൻറ്റേറ്റീവ് ഹൗസ് ഇൻ ദ ഇൻ്റർനാഷണൽ. കണ്ടേ, ഈ കളക്റ്റീവ് വോയിസും ആരാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എല്ലാവർക്കും കൂടെ ഉള്ള വോയിസ് ആരാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതും സ്പീക്കറായിരിക്കും. അപ്പോൾ അതിലെല്ലാം എസ് തന്നെയായിരിക്കും. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിങ് ആൻറ്റി ഡിഫെക്ഷൻ ലോ. ആൻറ്റി ഡിഫെക്ഷൻ ലോയുമായി ബന്ധപ്പെട്ട് എന്താണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ? ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു പാർട്ടി കൂടെ ഒരാൾ മത്സരിച്ച് മന്ത്രിയായി, അല്ലെങ്കിൽ MLA ആയി, അല്ലെങ്കിൽ MP ആയി. അതിന് ശേഷം മത്സരിച്ച് കഴിഞ്ഞ ശേഷം ഈ കൂറുമാറുക എന്ന് പറയും, പാർട്ടി മാറുകയാണെങ്കിൽ അവർക്ക് നേരിടേണ്ട ഒരു ഇതാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ. ഡിഫെക്ഷൻ ആൻറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ആ ആളെ ഒഴിവാക്കുക, അല്ലെങ്കിൽ ആ ഒരു മെമ്പർഷിപ്പ് കട്ട് ചെയ്തു. അതിനാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ വഴിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ താഴെ പറഞ്ഞ ആൻറ്റി ഡിഫെക്ഷൻ ലോയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നോക്കാം. ദ 10th ഷെഡ്യൂൾ വാസ് ഇൻസർട്ടഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1976. 1976 10th ഷെഡ്യൂൾ ആക്ട് വഴിയാണ് ഇത് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞത്. ദ 10th ഷെഡ്യൂൾ വാസ് ഇൻസർട്ടഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1976. അപ്പം 40ാമത്തെ 42nd അമെൻമെൻറ്റ് എന്ന് പറഞ്ഞത് 42nd അമെൻമെൻറ്റ്, 42ാമത്തെ അമെൻമെൻറ്റ് വഴിയാണ് ഈ 10th ഷെഡ്യൂൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുവഴിയാണ് ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. അടുത്തത്, എ ലെജിസ്ലേറ്റർ ഡിഫൈങ് ദ പാർട്ടി വിപ്പ് ഓൺ എനി ഇഷ്യൂ ക്യാൻ ലൂസ് ഹിസ് മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ്. എ ലെജിസ്ലേറ്റർ ഡിഫൈങ് ദ പാർട്ടി വിപ്പ് ഓൺ എനി ഇഷ്യൂ ക്യാൻ ലൂസ് ഹിസ് മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ്. ഇനിയും പറയുന്ന ഒരു പാർട്ടി വിപ്പുണ്ട്. പാർട്ടി വിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാർട്ടികൾക്കും ലോക്സഭയിൽ അല്ലെങ്കിൽ നിയമസഭകളിൽ വിപ്പുണ്ട്. എന്ന് വെച്ചാൽ ആ വിപ്പ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്നത് ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള. അപ്പോൾ ആ വിപ്പിൻ്റെ പ്രസ്താവനകളെല്ലാം അനുസരിച്ചേ പറ്റത്തുള്ളൂ ആ പാർട്ടിയിലുള്ള മെമ്പേഴ്സ്. അപ്പം അത് സാധാരണ ഒരു ഇതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത്, ഒരു ലെജിസ്ലേറ്റർ, ഒരു നിയമസാമാജികനെ ഡിഫൈങ് ദ പാർട്ടി വിപ്പ് ഓൺ, ഇപ്പോൾ ഒരു പാർട്ടി വിപ്പിനെ അനുസരിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണത്താൽ അദ്ദേഹത്തിന് ആ ഹൗസിലെ മെമ്പർഷിപ്പ് നഷ്ടപ്പെടുമെന്ന് പറയുന്നു. പാർട്ടി വിപ്പിനെ അനുസരിച്ചില്ലെങ്കിൽ ആ മെമ്പർഷിപ്പ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഇനിയും പറയുന്നത്, ലോ അപ്ലൈസ് ടു ബോത്ത് പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ്. ഈ നിയമം അല്ലെങ്കിൽ ആൻറ്റി ഡിഫെക്ഷൻ ലോ പാർലമെൻറ്റിലും സ്റ്റേറ്റ് അസംബ്ലിയിലും ഒരേപോലെ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്നാണ് നമുക്ക് നോക്കുന്നത്. ഉത്തരം നോക്കുമ്പോൾ ഉത്തരം C ആണ്. 2ഉം 3ഉമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യത്തിൽ എന്തോ ഒരു ഇതുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ദ 10th ഷെഡ്യൂൾ വാസ് ഇൻസർട്ടഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ 1985. 10th ഷെഡ്യൂൾ കറക്റ്റാണ്, പക്ഷേ വർഷത്തിലൊരു വ്യത്യാസം വന്നു. വർഷം കറക്റ്റ് 1985ആണ്. മറ്റേടത്ത് എന്താണ് പറഞ്ഞത്, ക്വസ്റ്റ്യൻ 1976. അപ്പോൾ അത് നോക്കിയിരിക്കണം, 85ആണ്. It lays down the process by which legislators may be disqualified on grounds of defection by the presiding officer of a legislator based on a petition by any other members of the house. ഇനിയിപ്പം ഈ ഒരു ആൻറ്റി ഡിഫെക്ഷൻ ലോ വഴി ഈ ഒരു മെമ്പറിനെ ഡിസ്ക്വാളിഫൈ റിമൂവ് ചെയ്യുന്നത് ആരാണ്? നമ്മൾ മുമ്പേ പറഞ്ഞ തന്നെ പ്രിസൈഡിങ് ഓഫീസറാണ്. ആ ഒരു നിയമസഭയുടെ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ പ്രിസൈഡിങ് ഓഫീസറാണ്, സ്പീക്കറാണ് ഇവരെ ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. ഈ 6 പെറ്റീഷനിലാണ് ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ പെറ്റീഷന്മേലാണ് തീരുമാനം എടുക്കുന്നത്. അന്തിമ തീരുമാനം പ്രിസൈഡിങ് ഓഫീസറായ സ്പീക്കറിൻ്റെ ആയിരിക്കും. A legislator is deemed to have defected if he either voluntarily gives up the membership of his party or disobeys the directive of the party leadership on a vote. ഇതെന്ന് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരാളെ റിമൂവ് ചെയ്യാൻ കഴിയുന്നത്? ഒന്നുകിൽ അയാൾ സ്വമേധയാ അയാളുടെ പാർട്ടിയിൽ നിന്ന് കൂറുമാറുക, വേറെ പാർട്ടിയിലേക്ക് മാറുക, അതല്ലെങ്കിൽ ആ പാർട്ടി പറയുന്ന ചില കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുക, അന്തരമാണ്. This implies that a legislator defying the party whip on any issue can lose his membership of the house. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? പാർട്ടി വിപ്പിനെ അനുസരിക്കാത്ത ഏവർക്കും ഇത് നേരിടേണ്ടി വരും. ദ ലോ അപ്ലൈസ് ടു ബോത്ത് പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് അസംബ്ലി. അപ്പോൾ പാർലമെൻറ്റിലും സ്റ്റേറ്റ് അസംബ്ലീസും ഇത് ബാധകമാണ്. അടുത്ത, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് പ്രിവിലേജ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. പാർലമെൻ്ററി പ്രിവിലേജസ് ആർ സർട്ടൻ റൈറ്റ്സ് ആൻഡ് ഇമ്മ്യൂണിറ്റീസ് എൻജോയ്ഡ് ബൈ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്.
ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിവിലേജസ് എന്ന് വെച്ചാൽ കുറച്ച് എന്താണ് ഈ സംരക്ഷണമാണ് കൊടുത്തിരിക്കുന്നത്. പാർലമെൻ്ററി പ്രിവിലേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അവകാശങ്ങളും കുറച്ച് സംരക്ഷണങ്ങളുമാണ്. അത് ആരാണ് ഇത് ആസ്വദിക്കുന്നത്, എൻജോയ് ചെയ്യുന്നത്? പാർലമെൻറ്റിലെ മെമ്പേഴ്സാണ്. അത് പാർലമെൻറ്റിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 10 മെമ്പറുണ്ട്, 10 മെമ്പേഴ്സും ഫുള്ളായിട്ടും ഇത് പിന്നെ അവർക്ക് ഇത് അനുഭവിക്കാം. അതുപോലെ സ്വയമായിട്ടും ഇവർക്ക് അത് എൻജോയ് ചെയ്യാം. സോ ദാറ്റ് ദേ ക്യാൻ എഫക്റ്റീവ്ലി ഡിസ്ചാർജ് ദർ ഫങ്ഷൻ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു മെമ്പറാണ്. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ എനിക്ക് പേടി കൂടാതെ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് ഇപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, ഇപ്പോൾ അതിൻ്റെ പേരിൽ എന്നെ നാളെ എന്തെങ്കിലും നിയമം വഴി കോടതി ശിക്ഷിക്കുവാണെങ്കിൽ ഞാൻ പറയത്തില്ല. സോ എന്നെ എന്തിൽ നിന്നും ആ സ്വയരക്ഷ തരുന്ന പ്രിവിലേജസ് ഉണ്ട്, പാർലമെൻ്ററി പ്രിവിലേജസ്. അപ്പോൾ അതാണ് ഈ പറയുന്നത്. സോ ദാറ്റ് ദേ ക്യാൻ എഫക്റ്റീവ്ലി അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളെല്ലാം എഫക്റ്റീവായിട്ട് പ്രാവർത്തികമാക്കാം. അതാണ് ഒന്നാമത്തെ ഇത് പറയുന്നത്. രണ്ടാമത്തെ പറഞ്ഞാൽ നോട്ടീസ് ഈസ് മൂവ്ഡ് ഇൻ ദ ഫോം ഓഫ് എ മോഷൻ ബൈ എനി മെമ്പർ ഓഫ് ഐദർ ഹൗസ് എഗെയിൻസ്റ്റ് ദോസ് ബീങ് ഹെൽഡ് ഗിൽറ്റി ഓഫ് ബ്രീച്ച് ഓഫ് പ്രിവിലേജ്. എ നോട്ടീസ് ഈസ് മൂവ്ഡ് ഇൻ ദ ഫോം ഓഫ് എ മോഷൻ. ഒരു നോട്ടീസ് എന്ന് പറയുന്നത് ഒരു മോഷൻ്റെ രീതിയിൽ കൊണ്ടുവരാം. ഒരു നോട്ടീസ്, അപ്പോൾ നമ്മൾ ഒരുപാട് നോട്ടീസുകളെ കുറിച്ചുണ്ട്, പാർലമെൻറ്റിലൊക്കെ ഒരുപാട് നോട്ടീസ് ഇപ്പം ഇത് ചെയ്യും. അപ്പോൾ നോട്ടീസ് ഈസ് മൂവ്ഡ്, ഒരു നോട്ടീസ് നീക്കണമെങ്കിൽ ഇൻ ദ ഫോം ഓഫ് എ മോഷൻ, ഒരു മൂവ്മെൻറ്റ് വഴിയാണ് അത് ഉണ്ടാക്കുന്നത്. ബൈ എനി മെമ്പർ, ഏത് മെമ്പറിനും പറ്റുമെന്നാണ് ഇവിടെ പറയുന്നത്. ഓഫ് ഐദർ ഹൗസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും ഈ നോട്ടീസ് കൊണ്ടുവരാം. അത് ഏതൊരു മെമ്പറിനും കൊണ്ടുവരാമെന്ന് പറയുന്നു. എഗെയിൻസ്റ്റ് ദോസ് ബീങ് ഹെൽഡ് ഗിൽറ്റി ഓഫ് ബ്രീച്ച് ഓഫ് പ്രിവിലേജ്. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഈ പ്രിവിലേജുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഈ സുരക്ഷയ്ക്കെതിരെ എന്തെങ്കിലും ഒരു ഹാനികരമായി സംഭവിക്കുകയാണെങ്കിൽ ഏതൊരു മെമ്പറിനും ഇത് മുൻനിർത്തി ഒരു നോട്ടീസ് മൂവ് ചെയ്യാമെന്നാണ് പറയുന്നത്. അടുത്തത് പറഞ്ഞത് ദ ലീഡർ ഓഫ് ദ ഹൗസ് ഈസ് ദ ഫസ്റ്റ് ലെവൽ ഓഫ് സ്ക്രൂട്ടിനി ഓഫ് എ പ്രിവിലേജ് മോഷൻ. ഇപ്പോൾ ഈ പ്രിവിലേജ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമേ ഇത് ഉറപ്പുവരുത്തുന്ന ആരായിരിക്കും എന്നറിയാമോ? ഇത് ഒരു ഹൗസിൻ്റെ ലീഡർ ആയിരിക്കും, അത് സ്പീക്കർ ആയിരിക്കും. വിച്ച് ഓഫ് ദ ഇത് സ്റ്റേറ്റ്മെൻറ്റ് സീസൺ കറക്റ്റ്, ഇതിൽ ഏതായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് എന്ന് നോക്കാം. ഉത്തരം നമുക്ക് നോക്കാം. ഉത്തരം 1ഉം 2ഉമാണ് ശരി. അപ്പം നമുക്ക് നോക്കാം. Parliamentary privileges are certain rights and immunities enjoyed by members of parliament individually and collectively. Correct ആണ്. So that they can effectively discharge their functions. When any of these rights and immunities are disregarded, the offense is called a breach of privilege. എന്ന് ഈ പറയുന്ന ഇവർക്ക് കിട്ടേണ്ട എന്തെങ്കിലും സംരക്ഷണം ഇത് വന്നു കഴിഞ്ഞാൽ അത് ലംഘിച്ചു എന്നുള്ള രീതി വരും. അതൊരു ഒഫൻസാണ്. ദ ഒഫൻസ് ഈസ് കോൾഡ് എ ബ്രീച്ച് ഓഫ് പ്രിവിലേജ്. ആ ഒഫൻസിനെയാണ് ബ്രീച്ച് ഓഫ് പ്രിവിലേജ് എന്ന് പറഞ്ഞത്. ആൻഡ് ഈസ് പണിഷബിൾ അണ്ടർ ലോ ഓഫ് പാർലമെൻറ്റ്. സോ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റിനെ വെളിയിൽ നിന്നോ അല്ലാതെ എന്തെങ്കിലും കാരണത്താൽ ഇങ്ങനെ ഒരു ആക്രമണമോ ഇതര പ്രിവിലേജസിനോ ഒക്കെ വാദം വന്നു കഴിഞ്ഞാൽ ഈ ബ്രീച്ച് ഓഫ് പ്രിവിലേജ് എന്ന് പറയുന്നതിൻ്റെ കീഴിൽ ഇതൊരു ഒഫൻസാണ്. ആ ഒരു കീഴിൽ പാർലമെൻറ്റ് തന്നെ അതിൻ്റെ പണിഷ് ചെയ്യും. അപ്പോൾ അതൊന്ന് ഓർത്തിട്ട് എ നോട്ടീസ് ഈസ് മൂവ്ഡ് ഇൻ ദ ഫോം ഓഫ് എ മോഷൻ ബൈ എനി മെമ്പർ ഓഫ് ഐദർ ഹൗസ് എഗെയിൻസ്റ്റ് ദോസ് ബീങ് ഹെൽഡ് ഗിൽറ്റി ഓഫ് ബ്രീച്ച് ഓഫ് പ്രിവിലേജ്. അതും കറക്റ്റാണ്. ഈച്ച് ഹൗസ് ഓൾസോ ക്ലെയിംസ് ദ റൈറ്റ് ടു പണിഷ് ആസ് കണ്ടംപ്റ്റ് ആക്ഷൻ വിച്ച് വിൽ നോട്ട് ബ്രീച്ച് ഓഫ് എനി സ്പെസിഫിക് പ്രിവിലേജ് ആർ ഒഫൻസ് എഗെയിൻസ്റ്റ് ദി അതോറിറ്റി ആൻഡ് ഡിഗ്നിറ്റി. ഇപ്പം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയും. ഇപ്പം കോർട്ടിനെ അനുസരിക്കാതെ എന്തെങ്കിലും കോടതി ഒരു നിയമം എടുക്കുമെന്ന് ഞാൻ അനുസരിച്ചില്ലേ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയും. കോടതിക്ക് എന്തും നമ്മളെ അത് ശിക്ഷിക്കുക. അതേപോലെ തന്നെ കണ്ടംപ്റ്റ് ഓഫ് പാർലമെൻറ്റും ഉണ്ട്. അപ്പോൾ അതും നമുക്ക് നോക്കിയിരിക്കാം. അടുത്തത് ദ സ്പീക്കർ ഓഫ് ഓർ രാജ്യസഭാ ചെയർമാൻ ഈസ് എ ഫസ്റ്റ് ലെവൽ ഓഫ് സ്ക്രൂട്ടിനി ഓഫ് എ പ്രിവിലേജ് മോഷൻ. നമ്മുടെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദ ലീഡർ ഓഫ് ദ ഹൗസ് ഈസ് എ ഫസ്റ്റ് ലെവൽ ഓഫ് സ്ക്രൂട്ടിനി ഓഫ് എ പ്രിവിലേജ് മോഷൻ എന്ന് പറയും. ഇവിടെ പറയുന്നത് ലീഡർ ഓഫ് ദ ഹൗസ്, ഒരു ഹൗസിലെ ലീഡറാണ് ഫസ്റ്റ് ലെവൽ ഓഫ് സ്ക്രൂട്ടിനി, ഒരു പ്രിവിലേജ് മോഷന് ഫസ്റ്റ് ലെവൽ സ്ക്രൂട്ടിനി എന്ന് പറയുന്നു. ലീഡർ ഓഫ് ദ ഹൗസ് എന്ന് ഉദ്ദേശിക്കുന്നത് മെജോറിറ്റി ഓഫ് പാർട്ടിയുടെ ലീഡറാണ് ലീഡർ ഓഫ് ദ ഹൗസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ശരിക്കും ലീഡർ ഓഫ് ദ ഹൗസ് അല്ല ഈ പ്രിവിലേജ് മോഷൻ്റെ സ്ക്രൂട്ടിനിയുടെ ഫസ്റ്റ് ലെവൽ. പിന്നെ ആരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ആരാണ്? സ്പീക്കർ ഓർ രാജ്യസഭ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഓർത്തിട്ട് വേണം, രാജ്യസഭ ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം വന്നാലും നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ടാൽ സ്പീക്കർ അല്ലെങ്കിൽ സ്പീക്കറിനായിരിക്കും, രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയർമാൻ ആയിരിക്കും ഫസ്റ്റ് ലെവൽ ഓഫ് സ്ക്രൂട്ടിനി. അത് ലീഡർ ഓഫ് ദ ഹൗസ് അല്ല. അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നോണം. ലീഡർ ഓഫ് ദ ഹൗസ് എന്ന് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞില്ല, ഇവരല്ലത്. But the speaker or chairman can decide on the privilege motion himself or herself or refer to the privilege committee of parliament. ഇപ്പം സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാനാണ് ഇത് തീരുമാനിക്കുന്നത് പ്രിവിലേജ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി അതല്ല, പുള്ളിക്ക് അതിൽ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? പ്രിവിലേജ് കമ്മിറ്റി ഉണ്ട് പാർലമെൻറ്റ്, അതിന് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അവരുടെ ആ ഒരു കമ്മിറ്റിയുടെ ആയിരിക്കും അന്തിമ വിധി.
അടുത്ത 5ാമത്തെ ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് യൂണിഫോം സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട്. എന്താണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകീകൃത പിന്നെ ഒരു നിയമമാണ്, ഏകീകൃത നിയമം. ഇത് ഇന്ത്യയിൽ എല്ലാവർക്കും ഒരേപോലെയുള്ള നിയമങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ യൂണിഫോം സിവിൽ കോഡ് ഈസ് വൺ ദാറ്റ് വുഡ് പ്രൊവൈഡ് ഫോർ വൺ ലോ ഫോർ ദ എൻ്റർ കൺട്രി. കണ്ടോ, ഒരു നിയമം. ഇപ്പോൾ എനിക്കൊരു നിയമം, ഞാൻ കുറ്റം ചെയ്തു, എനിക്കൊരു നിയമം, അപ്പം വേറൊരു സംസ്ഥാനത്ത് ഇതേ കുറ്റം തന്നെ വേറെ ആൾ ചെയ്തു, അയാൾക്ക് വേറൊരു നിയമം. അങ്ങനെയാണോ? അല്ല. ഈ ഇതേ കുറ്റം തന്നെയാണ് അയാൾ ചെന്ന് അയാൾക്കും അത് തന്നെ കിട്ടും. അപ്പോൾ എല്ലായിടത്തും ഒരേ നിയമം. അതാണ് പറഞ്ഞത്. എ യൂണിഫോം സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ പറയുന്നത്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എ യൂണിഫോം സിവിൽ കോഡ് ഈസ് വൺ ദാറ്റ് വുഡ് പ്രൊവൈഡ് ഫോർ വൺ ലോ ഫോർ ദ എൻ്റർ കൺട്രി. ഒരു നിയമം ഇന്ത്യയിൽ മുഴുവൻ അത് തന്നെ കൊടുക്കുന്നു. ആപ്ലിക്കബിൾ ടു ഓൾ റിലീജിയസ് കമ്മ്യൂണിറ്റീസ്. ഏത് മതമായിക്കോട്ടെ അവർക്കെല്ലാം ഇത് തന്നെ തുല്യമായിരിക്കണം. ഇത് പേഴ്സണൽ മാറ്റേഴ്സ് സച്ച് ആസ് മാരേജ്, ഡൈവോഴ്സ്, ഇൻഹെറിറ്റൻസ് ആൻഡ് അഡോപ്ഷൻ. മാരേജുമായിട്ട് ബന്ധപ്പെട്ട ആയിക്കോട്ടെ, ഡൈവോഴ്സുമായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ, ഇൻഹെറിറ്റൻസ് ആയിക്കോട്ടെ, ദത്തെടുക്കൽ, അഡോപ്ഷനോട് ബന്ധപ്പെട്ടായിക്കോട്ടെ, എല്ലാ റിലീജിയസ് കമ്മ്യൂണിറ്റീസിനും ഈ യൂണിഫോം സിവിൽ കോഡ് സെയിം ആണെന്ന് പറയുന്നു. അടുത്ത ആർട്ടിക്കിൾ 44 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ലേ ഡൗൺ ദാറ്റ് ഇറ്റ് ഷാൾ ബി ദ ഒബ്ലിഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ടു സെക്യൂർ എ യൂണിഫോം സിവിൽ കോഡ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 44 പറയുന്നത് ഈ പിന്നെ സ്റ്റേറ്റ് ആണ്, സംസ്ഥാനങ്ങളാണ് യൂണിഫോം സിവിൽ കോഡ് എന്താണ് രജിസ്റ്റർ ഓൺ ദ ഇറ്റ് ഷാൾ ബി ദ ഒബ്ലിഗേഷൻ ഓൺ ദ സ്റ്റേറ്റ് ടു സെക്യൂർ. യൂണിഫോം സിവിൽ കോഡിനെ സെക്യൂർ ചെയ്ത് വെക്കേണ്ടത് സംസ്ഥാനങ്ങളാണെന്ന് ആർട്ടിക്കിൾ 14 പറയുന്നത്. എന്തിനു വേണ്ടി? ഫോർ ദ സിറ്റിസൺസ് ത്രൂ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഈ ഇന്ത്യയിലെ ഉടനീളമുള്ള സിറ്റിസൺസിന് ഈ യൂണിഫോം സിവിൽ കോഡ് സെക്യൂർ ചെയ്ത് വെക്കേണ്ട കടമയെന്ന് പറയുന്നത് എന്താണ്? സംസ്ഥാനങ്ങളാണെന്ന് പറഞ്ഞു. ഒബ്ലിഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ടു സെക്യൂർ എ യൂണിഫോം സിവിൽ കോഡ് ഫോർ സിറ്റിസൺസ് ത്രൂ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു. ഇതിൽ ഏതായിരിക്കും ശരിയെന്ന് നമുക്ക് നോക്കാം. ഉത്തരം നോക്കുകയാണെങ്കിൽ സൊല്യൂഷൻ എ ആണ്. ഒന്ന് മാത്രമേ ഉള്ളൂ ശരി. അപ്പം നമുക്ക് ഉത്തരത്തിലേക്ക് നോക്കാം. എ യൂണിഫോം സിവിൽ കോഡ് ഈസ് വൺ ദാറ്റ് വുഡ് പ്രൊവൈഡ് ഫോർ വൺ ലോ ഫോർ ദ എൻ്റർ കൺട്രി ആപ്ലിക്കബിൾ ടു ഓൾ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ ദ പേഴ്സണൽ മാറ്റേഴ്സ് സച്ച് ആസ് മാരേജ്, ഡൈവേഴ്സ്, ഇൻഹെറിറ്റൻസ്, അഡോപ്ഷൻ എക്സെട്ര. ഇത്രയും കാര്യങ്ങൾ എല്ലാ മതത്തിലുള്ളവർക്ക് സെയിം ലോ തന്നെയായിരിക്കും. അടുത്ത പറഞ്ഞു ആർട്ടിക്കിൾ 44 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ സ്റ്റേറ്റ് ഷാൾ എൻഡേവർ ടു സെക്യൂർ എ യൂണിഫോം സിവിൽ കോഡ് ഫോർ ദ സിറ്റിസൺസ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അപ്പം ആർട്ടിക്കിൾ 44 എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ് ഷാൾ എൻഡേവർ ടു സെക്യൂർ എ യൂണിഫോം സിവിൽ കോഡ് ഫോർ ദ സിറ്റിസൺസ് ത്രൂ ഔട്ട്. അപ്പോൾ സ്റ്റേറ്റിനാണ് അത് പ്രാബല്യത്തിൽ വരുത്തേണ്ടത്. അപ്പോൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ടോപ്പിക്ക്. അപ്പം ഈ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 44 പല കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആർട്ടിക്കിൾ 44 നമുക്ക് 1-2 പോയിന്റുകൾ ഉണ്ട്. നമുക്ക് ആർട്ടിക്കിൾ 44 യൂസസ് ദ വേർഡ് സ്റ്റേറ്റ് ഷാൾ എൻഡവർ. അത് ആർട്ടിക്കിൾസിൻ്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ചാപ്റ്റർ. ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും മതി. അപ്പോൾ ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്.